ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് വന്ന് പോസിറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം നമുക്കൊരു സങ്കടം വന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവ് എനർജി പകർന്നു തന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ അതിനെല്ലാവരോടും നന്ദി പറയുകയാണ്. സങ്കടങ്ങൾ എല്ലാ മനുഷ്യനും വരാറുണ്ട്. അതെപ്പോഴൊക്കെയാണ് വരിക നമുക്ക് പറയാൻ പറ്റത്തില്ല. നിനച്ചിരിക്കാതിരിക്കുമ്പോൾ എപ്പോഴും സങ്കടങ്ങൾ നമ്മളെ തേടി വരുന്നത് നമ്മൾ സന്തോഷത്തിനിടയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കടങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്ന ടൈമിൽ നമുക്ക് ഏത് അവസരത്തിൽ വേണമെങ്കിലും നമുക്ക് സങ്കടങ്ങൾ വരാം. സന്തോഷങ്ങൾ പക്ഷെ പലതും നമ്മൾ അറിയും, നേരത്തെ അറിഞ്ഞാണ് പല സന്തോഷങ്ങളും നമ്മളെ തേടി വരാറ്. സങ്കടങ്ങൾ പക്ഷെ നമ്മളറിയാതാണ്, നിലച്ചിരിക്കാതെ വരുന്ന ഒരു സംഭവമാണ് ഈ സങ്കടങ്ങൾ. എൻ്റെ ലൈഫിലും എനിക്ക് വന്നിട്ടുള്ളത് ഒരുപാട് സങ്കടങ്ങൾ. ഞാൻ ചിന്തിക്കാത്ത സമയത്ത്, ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലൂടെ, ഞാൻ സ്വപ്നം കണ്ടതൊക്കെ വേറെയും സംഭവിച്ചതൊക്കെ മറ്റൊന്നുമായിട്ട് മാറിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളൊക്കെ ഒരു കുന്നോളമുണ്ട്. പണ്ടുള്ളവർ പറയും പോലെ കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളെങ്കിലും നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ കുന്നോളം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയുമായിരുന്നു ചെറുതിലെ മുതലേ. കാരണം ഇല്ലായ്മയിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ പലതും ആഗ്രഹിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് മാറിയിട്ടേ ഉള്ളൂ. കയ്യിൽ കിട്ടിയ ചില സന്തോഷങ്ങൾ പോലും അവസാനം സങ്കടങ്ങളായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പലരും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തൊക്കെ ആയിട്ട് പലരും ഉണ്ട്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സന്തോഷം കിട്ടുന്നത് നമ്മുടെ സങ്കടങ്ങൾ ഇവിടെ വന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ഒരു കുടുംബം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനും സാധിക്കാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ, പേടിച്ചിട്ട് പറയാത്തവർ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്നോർത്തിട്ട് പറയാതെ പേടിച്ചിരിക്കുന്നവർ. കുറേ പേര് ഞാൻ പോസ്റ്റ് ഇടുമ്പം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിൽക്കും, നീ ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നള്ളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, അവരുടെ ചോദ്യം കറക്റ്റാണ്. നമുക്ക് ഒരാളുടെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ നിർത്തി വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന, അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ടത് യാതൊരു ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നത് നമ്മുടെ ഉള്ളിലെ സങ്കടം അതിങ്ങനെ തിങ്ങി വിങ്ങി നിറയുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പം നമ്മളെ കേൾക്കാൻ ഒരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുടുംബത്തോട് വന്നിരുന്ന് പറയും അല്ലേ. അവിടെ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിലുണ്ട്. മറ്റുള്ളവരെന്നെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളൊരു ഇത് ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ജീവിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ഒരിടം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പറയാൻ പേടിച്ചിട്ട്, മറ്റുള്ളവരെന്ത് പറയും എന്ന് ഭയന്നിട്ട് പറയാതെ ഉള്ളിൽ തന്നെ തിക്കി വിക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, ഞാൻ എന്നെപ്പറ്റിയാണ് പറയുന്നത്, മറ്റൊരാളെ പറ്റിയല്ല. എന്നെപ്പറ്റി ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുന്നതിന് എനിക്ക് പേടിക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല. അപ്പം ഇന്നലെ ഇട്ട പോസ്റ്റിലും ഒരുപാട് പേരും പോസിറ്റീവ് കമൻസാണ് ഇട്ടേക്കുന്നത്. അതിലൊരു ചേട്ടൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നിൻ്റെ കുറവെന്താണെന്ന് എനിക്കറിയാം, അത് വേറൊന്നുമല്ല, നിൻ്റെ അഹങ്കാരമാണെന്ന്. കുറച്ചൊക്കെ അഹങ്കാരം വേണ്ടേ ചേട്ടാ? മനുഷ്യരല്ലേ. എല്ലാം പൂർണ്ണമായിട്ട് ശരിയാക്കിക്കൊണ്ട് പോകുന്നത് തെറ്റല്ലേ? ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയണ്ട ഇവളൊരു അഹങ്കാരിയാ. ഞാൻ നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ആ സമയത്തും കാണത്തില്ല, മരിച്ചു കിടക്കുമ്പോഴും. അല്ല, മരിച്ചിട്ട് ഒരാൾ പറഞ്ഞിട്ടോ ഫലമില്ല ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ പറയുക
ആ കൊച്ചൊരു പാവമായിരുന്നു കേട്ടോ, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതൊരു പാവമായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് കേൾക്കാൻ ഞാനില്ല. ആ പക്ഷെ അഹങ്കാരിയെന്ന് ചേട്ടനെ വന്ന് പറഞ്ഞില്ലേ, അതൊരു ത്രില്ലിങ് കേട്ടോ, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അഹങ്കാരത്തിന് അതിൻ്റേതായ ഒരു ഊർജ്ജമുണ്ട്. അത് ഞാൻ പിന്നീടൊരു ദിവസം പറയാം, എൻ്റെ അഹങ്കാരം കൊണ്ടുള്ള ഊർജ്ജം. അത് കണ്ടെത്തിയ ചേട്ടനോട് ഒരുപാട് താങ്ക്സ്. ഇത് പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല കേട്ടോ, ഇഷ്ടക്കൂടുതലുകൊണ്ട് പറയുന്നതാണ്. കാരണം നമ്മളെ അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ തട്ടിൽ വരെ കണ്ടെത്താൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ. ആഹാ ഞാൻ അഹങ്കാരിയാണോ, അഹങ്കാരിയായിട്ടാ ചേട്ടന് തോന്നി, അങ്ങനെ നമുക്ക് തോന്നുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊരു സന്തോഷം തന്നെ. എന്നെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞിട്ട് എന്ത് നേടാൻ, അല്ലെ മോശം മാത്രം പറഞ്ഞിട്ട് എന്ത് നേടാൻ, എല്ലാം ഇരിക്കട്ടെന്നേ, നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് ഭയപ്പെടാതെ വന്നിരുന്ന ഒരാളോട് നമ്മുടെ കാര്യം പറയാൻ കഴിയണം. ഉള്ളിൽ തിങ്ങുന്ന ആ ഒരു സങ്കടമായാലും അല്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നൊരു സന്തോഷമായാലും ഷെയർ ചെയ്യാൻ കഴിയണം. മറ്റൊരാൾ എന്ത് പറയുമെന്നോ അവരുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട, അതൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നേ. അപ്പം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് പോസിറ്റീവ് എനർജി പകർന്നു തന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും, ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് ഒരു വ്യക്തിയെപ്പറ്റി പൂർണ്ണമായിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ വ്യക്തി എന്നെ വിലക്കിയേക്കാണ്, ഉറപ്പായിട്ടും ആ വ്യക്തി എന്നെ വിലക്കിയേക്കാണ്, പറയരുതെന്ന്. അതായത് നീ എന്തുണ്ടെങ്കിലും നീ വീഡിയോ ചെയ്യുന്ന ആളാണ്, നീ ഈ കാര്യം നിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നീ പറയരുത്. വാട്സപ്പിലൊക്കെ നീ ആരോട് വേണേലും പറഞ്ഞു, പക്ഷെ ഫേസ്ബുക്ക് പേജിൽ നീ പറയരുത് എന്നെ വിലക്കിയേക്കാണ്. ആ വിലക്ക് എനിക്ക് തന്ന വാക്ക് പാലിക്കാത്തടത്തോളം ആ വിലക്ക് എനിക്കും പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പോൾ അത് ഞാൻ തിരുത്താൻ പോവുകയാണ്. ആ വിലക്കിനെ ലംഘിച്ചുകൊണ്ട് തന്നെ ഞാൻ എനിക്കുണ്ടായ കുറേ കാര്യങ്ങൾ, എന്നെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ വേറൊരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഒരുപാട് പേര് ചെന്ന് വലയത്തിൽ വീണേക്കുന്ന ആ വ്യക്തിയുടെ വലയത്തിൽ ഒരുപാട് പേര് അകപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം എന്നിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് മറ്റൊരു വ്യക്തികളെയും എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരണ്ട. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ അറിയാൻ വേണ്ടി എന്നിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. അതെനിക്ക് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, അത് ഞാൻ പറയാം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ സ്നേഹവും കരുതലും സപ്പോർട്ടും പോസിറ്റീവ് എനർജിയും ഒക്കെയാണ് എൻ്റെ വിജയം. എൻ്റെ ഈ കൊച്ചു കുടുംബത്തെ ഇത്ര മനോഹരമായും ഇത്ര ബലമുള്ളതാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം അതിനൊരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ.